നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോലീസിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും വെല്ലുവിളിച്ച് അർജുൻ ആയങ്കി. വിരട്ടരുത് എന്നും വളർന്ന പാർട്ടി വേറെയാണ് എന്നുമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ള മറുപടി. ഒളിവിൽ ഉള്ള എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ എന്ന് പോലീസിനെയും വെല്ലുവിളിക്കുകയാണ് അർജുൻ ആയങ്കി. നേരത്തെ കോതമംഗലം CIക്ക് എതിരെ ഭീഷണി മുഴക്കിയ ആയങ്കി ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടറെയും കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. ഗുണ്ടകളെ പൂട്ടാൻ ശക്തമായ നടപടികളുമായി പോലീസ് മുന്നോട്ടു പോകവേ ആണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഇത്തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആജ്ഞ രവീന്ദ്രൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, നേരത്തെ തന്നെ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ആൾ ആണ് ഈ അർജുൻ ആയങ്കി എന്നത്. ഇപ്പോഴിതാ പോലീസിന് പുറമെ ഒരു മന്ത്രിസഭയെ തന്നെ എന്ന് പറയാം, ആഭ്യന്തരമന്ത്രി അടക്കം വെല്ലുവിളിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, എന്തായാലും അടിയന്തരമായി ആയങ്കിയെ പൂട്ടാനുള്ള നീക്കത്തിലാണ് പോലീസ് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ കോതമംഗലം CI പ്രശാന്തിനെ, പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള തർക്കത്തിന് ശേഷം ഉള്ള മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട തർക്കത്തിന് ശേഷമാണ് പിന്നീട് ഈ CI, അതായത് ഊന്നുകൽ CIനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതെല്ലാം ഫേസ്ബുക്കിലൂടെ ഉള്ള വോയിസ് ചാറ്റിലാണ് ഈ ഭീഷണി ഉള്ളത്. അതേ തുടർന്ന് ഊന്നുകൽ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം, അതായത് ഈ അർജുൻ ആയങ്കിക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന, ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതായത് ആയങ്കിക്കെതിരെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2026 മെയ്യിൽ നടന്ന ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട കോതമംഗലത്ത് ഈ അർജുൻ ആയങ്കിയും ആയങ്കി ഉൾപ്പെടെ 6 സുഹൃത്തുക്കൾ, 6 പേരെയാണ് പോലീസ് സംഘടിതമായ കുറ്റകൃത്യത്തിനുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് 21 ദിവസം ജയിൽവാസത്തിന് അയക്കുകയും ചെയ്ത് ഈ ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്ന ശേഷമാണ് കോതമംഗലം CI പ്രശാന്തിനെതിരെ ഫേസ്ബുക്കിൽ, അതായത് പെൻഷൻ പറ്റി, വീട്ടിൽ മര്യാദയ്ക്കിരിക്കാൻ സമ്മതിക്കില്ല തുടങ്ങിയ കൊലവിളി നടത്തുന്ന തരത്തിലേക്കുള്ള ഭീഷണി സന്ദേശങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചിടുന്നതും അങ്ങനെയാണ്. അതേ തുടർന്നാണ് വീണ്ടും ഊന്നുകൽ CI ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്നാണ് അർജുൻ ആയങ്കി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തുന്നതും ഹൈക്കോടതി ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ വീണ്ടും പോലീസ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ആയങ്കി പറയുന്നത്, അർജുൻ ആയങ്കി കീഴടങ്ങാമെന്ന് അറിയിച്ചിട്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അർജുൻ ആയങ്കി പിടികൂടാനുള്ള നീക്കമാണ് CIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേ തുടർന്നാണ് ആ വോയിസ് നോട്ടിൽ നമുക്ക് വളരെ കൃത്യമായി കേൾക്കാം. അസഭ്യവർഷമാണ് അതിലുള്ളത്. അതുമാത്രമല്ല, ഇതിൽ വളരെ കൃത്യമായി പറയുന്നു, ഇത്തരത്തിൽ ഞാൻ കീഴടങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് താനെത്തി എന്നെ പിടികൂടുമെന്നാണോ വിചാരിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക്, എന്നാൽ പിന്നെ താൻ എന്നെ പിടികൂട് എന്നുള്ള തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഭീഷണി സന്ദേശം വരുന്നത്. അതായത് കൊടുക്കാമെന്ന് താൻ ആരെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ ചെയ്യും. അത് നേരത്തെ കോതമംഗലം CIക്കും കൊടുക്കാൻ താൻ ഓങ്ങിയിട്ടുള്ളതാണ്. അത് കൊടുക്കുക തന്നെ, ഇതുവരെ താൻ കൊടുത്തിട്ടില്ല, അത് കൊടുക്കുക തന്നെ ചെയ്യുമെന്നാണ് അർജുൻ ആയങ്കി ആ വോയിസ് നോട്ടിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ ഊന്നുകൽ CIക്കെതിരെയും ഭീഷണിയും അതുപോലെ അസഭ്യവർഷവുമാണ്. അതിന് താഴെ, അതായത് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിട്ട് തുടർന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ എടുത്തു. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അതായത് തനിക്കും തന്റെ സുഹൃത്തുക്കൾക്കുമെതിരെ കെട്ടിച്ചമച്ച കേസ്, ആ കേസ് ഏത് സാഹചര്യത്തിലാണ് അത് കെട്ടിച്ചമച്ചത്, പോലീസിന് ആളാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കേസ് കെട്ടിച്ചമച്ചത്, അതുകൊണ്ട് അത് ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷിക്കാൻ കഴിയുമോ, അന്വേഷിക്കാൻ താൻ വെല്ലുവിളിക്കുന്നു ആഭ്യന്തരമന്ത്രിയെ എന്ന് പറഞ്ഞിട്ടാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിട്ടാണ് ഇതിന് താഴെ, അതായത് അതൊരു അശ്ലീല കമന്റ് കൂടിയാണ്, മറ്റുള്ളവർ, അതായത് UDF അണികളെ തെറി വിളിച്ചുകൊണ്ടാണ് ഇതിന് പിന്നിൽ വരുന്ന, ഇതിന് താഴെ വരുന്ന UDF ആളുകൾ അല്ലെങ്കിൽ UDF
പ്രതിനിധികൾ, കമന്റുമായി വരുന്ന UDF പ്രതിനിധികൾ ഈ ആഭ്യന്തരമന്ത്രിയോട് പറയൂ വെല്ലുവിളി ഏറ്റെടുക്കാൻ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ, തുടങ്ങിയ തരത്തിലുള്ള കമന്റുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ കമന്റ് മുന്നോട്ട് പോകുന്നതും ഈ പ്രതിഷേധവും ഇത്തരത്തിലുള്ള വെല്ലുവിളിയും ഒക്കെ മുന്നോട്ട് പോകുന്നതും. അതിനെതിരെ, അതായത് ഒരു ഗുണ്ടാ സംഘ തലവൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഗുണ്ടാ പശ്ചാത്തലമുള്ള ആൾ എന്നുള്ള നിലയിൽ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ എന്നുള്ള നിലയിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആൾ നേരത്തെ തന്നെ കേരളത്തിന്റെ ക്രൈം പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. അത്തരത്തിലുള്ള പശ്ചാത്തലവുമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഏത് സാഹചര്യത്തിലാണ് അതാണല്ലോ ആജ്ഞ. അതായത് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്, വിരട്ടാൻ വരരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്ന്. പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇങ്ങനെ പാർട്ടിയിൽപ്പെട്ടാൽ എന്തോ വലിയ കാര്യമെന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ പൊതുസമൂഹത്തിന്, മറ്റുള്ളവർക്ക് ഇതൊന്നും ബാധകമേ അല്ല എന്നതാണല്ലോ വസ്തുത. അപ്പോൾ ഒരു പാർട്ടിയുടെ പേരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞു എന്ന തോന്നൽ, അത്തരത്തിലൊക്കെ പാർട്ടിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, അതും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ CJP പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും എങ്ങനെയാണ് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് എന്ന്. അവിടെയാണ് ഈ കയ്യൂക്കും അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന നിലയിലൊക്കെയുള്ള സന്ദേശവുമായി ഈ കാലഘട്ടത്തിലും വെല്ലുവിളി ഉയർത്തുന്നത്. അഭിലാഷ്, അതിന് മറുപടി പറയേണ്ടത് CPM നേതൃത്വമാണ്. എങ്ങനെയാണ്, എന്ത് ധൈര്യത്തിലാണ് അർജുൻ ആയങ്കി വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്ന് രമേശ് ചെന്നിത്തലയ്ക്കുള്ള വെല്ലുവിളി കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് CPM നേതൃത്വമാണ്. അതുമാത്രമല്ല, ഏത് പശ്ചാത്തലത്തിലാണ് അർജുൻ ആയങ്കിയെ CPMന്റെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അർജുൻ ആയങ്കിയെ ഉപയോഗപ്പെടുത്തിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാവേണ്ടുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളും ആരോപണങ്ങളും നമുക്കറിയാം. അത്തരം ആരോപണങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ അത്തരം നിരവധി പ്രശ്നങ്ങൾ നമുക്ക് തന്നെ നിരത്താനുണ്ട്. എന്നിരുന്നാലും അവിടെ നമുക്കറിയാമല്ലോ, ഈ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊട്ടേഷൻ, ഇത്തരം വിഷയങ്ങളൊക്കെ വന്നപ്പോൾ CPM പറയുന്നത് പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല, പാർട്ടിയുമായി ഇപ്പോൾ ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് കൈയൊഴിയാം. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ജയ് വിളിക്കുന്ന കുറേ ആളുകൾ ഉണ്ട്. അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ വിപ്ലവകാരികൾ എന്നതിനപ്പുറത്ത് നിയമവ്യവസ്ഥയ്ക്ക് മുകളിലൊന്നുമല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു വ്യക്തിയും. തീർച്ചയായിട്ടും അഭിലാഷ്, അത് തന്നെയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിനെയാണ്, ആഭ്യന്തരമന്ത്രിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, പോലീസിനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്, സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ച്, അതും ഗുണ്ടാ ലിസ്റ്റിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്, കാപ്പ് ചുമത്തേണ്ടുന്ന പശ്ചാത്തലമുള്ള ആളാണ്. അത്തരത്തിലുള്ള ഒരാൾ വളരെ നിസ്സാരമായിട്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെയും CIക്ക് അയക്കുന്ന വോയിസ് മെസ്സേജുകളിലൂടെയും ഒക്കെ വെല്ലുവിളി നടത്തുന്നു, ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ വെല്ലുവിളി നടത്തുന്നു, ആഭ്യന്തരമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഈ വെല്ലുവിളി സ്വീകരിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ഒരു സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന രീതി തന്നെയാണ്. സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിൽ കലർത്തുന്നത് രാഷ്ട്രീയമാണോ എന്നുള്ള ചോദ്യമാണ് ബാക്കി. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മേൽവിലാസത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്തുണ സ്വയം അവകാശപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് വളർന്നു വന്ന പാർട്ടി ഇതാണ്, അല്ലെങ്കിൽ വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്നുള്ള തരത്തിലേക്ക് അത് അങ്ങനെ ഒരു മെസ്സേജ് നൽകുന്നത്. അതായത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ CPM പിന്തുണ നൽകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അതിന് മറുപടി പറയേണ്ടത് CPM ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തൻ്റെ പാർട്ടി ഇതാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണ ഇതാണ്, അല്ലെങ്കിൽ തൻ്റെ ഒരു പശ്ചാത്തലം ഇതാണ് എന്നുറക്കെ ആഭ്യന്തര മന്ത്രാലയത്തെയും അതുപോലെ പോലീസിനെയും സംവിധാനത്തെയും ക്രിമിനൽ കേസിൽപ്പെട്ട, അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ നിരന്തരമായി ഉൾപ്പെട്ട ഒരാളെ എന്ത് ധൈര്യത്തിലാണ് വിളിച്ചു പറയുന്നത് എന്നുള്ളത് ചോദ്യചിഹ്നമാവുകയാണ്. ആ ചോദ്യം ബാക്കിയാവുകയാണ്. അതിന് മറുപടി പറയേണ്ടത് CPM നേതൃത്വം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അഭിലാഷ് പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിട്ടുള്ള കേസുകൾ, ഈ സ്വർണം പൊട്ടിക്കൽ കേസുകളാകട്ടെ, കൊട്ടേഷൻ കേസുകളാകട്ടെ, ഇതിലൊക്കെയും അർജുൻ ആയങ്കി ഇപ്പോൾ പാർട്ടിയുടെ ആളല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ വക്താവല്ല, പാർട്ടിയുടെ പ്രതിനിധിയല്ല, പാർട്ടി മെമ്പറല്ല തുടങ്ങി ഈ CPMനെ പറഞ്ഞൊഴിയാവുന്ന എല്ലാ സാഹചര്യങ്ങളും CPM പറഞ്ഞൊഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനല്ല ഇപ്പോൾ അർജുൻ ആയങ്കിക്ക് CPM പശ്ചാത്തലമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അർജുൻ ആയങ്കി ഇപ്പോഴും അവകാശപ്പെടുന്നത് താൻ ഏത് പാർട്ടിയുടെ ആളാണ് എന്ന് അതിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും അതൊരു ചാലഞ്ചായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ തൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വെളിപ്പെടുത്താനും താൻ ഇന്ന പാർട്ടിയുടെ ആളാണ് എന്ന് പറയാതെ പറയുന്ന
ഒരു സാഹചര്യം കൂടി അതിനകത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. എന്തായാലും അർജുൻ ആയങ്കിക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് ആലുവ SP അല്പം മുൻപ് പറഞ്ഞത്. അതുകൊണ്ട് അതിനുശേഷം അതായത് അന്വേഷണത്തെ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ല. തുടർന്ന് അന്വേഷണ പുരോഗതി അദ്ദേഹം അറിയിച്ചു കൊള്ളാമെന്നുള്ള കാര്യം കൂടിയാണ് ആലുവ റൂറൽ SP നമ്മളെ മീഡിയയെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിൽ കൂടി വെല്ലുവിളിച്ചൊരു സാഹചര്യത്തിൽ DGPക്ക് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തരമായി അർജുൻ ആയങ്കിയെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അങ്ങേറ്റം ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അഭിലാഷ്. യെസ്, എന്തായാലും കണ്ണൂർ അഴിക്കോട് സ്വദേശിയായ അർജുൻ ആയങ്കി നേരത്തെ CPMന്റെ വലിയൊരു സൈബർ പോരാളി കൂടിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിരന്തരമായി കൊട്ടേഷൻ കേസുകൾ, സ്വർണം പൊട്ടിക്കൽ കേസുകൾ, സംഘടിതമായ കുറ്റകൃത്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായ പശ്ചാത്തലത്തിലായിരുന്നു പാർട്ടി പിന്നീട് അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞത്. ഇപ്പോഴിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. അതിനൊക്കെ അപ്പുറത്ത് ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ അർജുൻ ആയങ്കി ചെയ്യുന്നത്. അതാകട്ടെ വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നത്. ഗുണ്ടകളെ ഉൾപ്പെടെ ഒരു പക്ഷേ ഉത്തരേന്ത്യയിൽ ഒക്കെയാണ് ഗുണ്ടാരാജിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭരണകൂടത്തെ പോലും നിയന്ത്രിക്കുന്ന ഗുണ്ടകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് കേരളവും ഈ ഗുണ്ടകളുടെ മുന്നിൽ മുട്ടുമടക്കുകയാണോ എന്ന സംശയം സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഉണ്ടാകും. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കട്ടെ ആഭ്യന്തര വകുപ്പ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. കാസർഗോഡ് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിനെ ചോദ്യം ചെയ്തതിന് പോലീസ് കേസ്. കുമ്പള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ ആണ് കേസ് എടുത്തത്. രോഗികൾ പുറത്തുള്ളപ്പോൾ OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തു. OP കൗണ്ടർ ബന്ധാക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. 2 മണി വരെയാണ് ടൈം ഉള്ളത്. 12 മണിയാകുമ്പോൾ പറഞ്ഞാൽ OP ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരെടുത്ത് ബന്ധാക്കിയിട്ട് പോയിന്. ഇത്രയും ആൾക്കാരെ എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാർ ഇവിടെ ഒരു മാക്സിമം ഒരു 19 പേഷ്യൻ്റ് ഇവിടെ കിടക്കുക. അതിൻ്റെ അകത്തും ആൾ കിടക്കുക. ഡോക്ടർ ഒന്നേ ഉള്ളൂ. പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടറല്ലേ ഇവിടെ. ടോക്കൺ കൊടുക്കുന്ന ആൾ നേരത്തെ പോയി കല്യാണത്തിന്. ഈ കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് ഇടയ്ക്ക് പോകാൻ അവരെ പൈസ ഉള്ളവരെങ്കിലും ഒരാളേ ഉള്ളൂ. അതാണ് ഞങ്ങളെ കുഴപ്പമില്ലല്ലോ. പേഷ്യന്റിനെ ഡോക്ടർ ഒന്നുമില്ല. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ആരോഗ്യ കേരളത്തെക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ എപ്പോഴും പറയുന്ന ഒന്നാണ്. ഇവിടെ ഇതാ ഈ ദൃശ്യങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കാണാം. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി എന്തായെന്ന് നമുക്ക് പറയാനാവില്ല. ഒഴിഞ്ഞ കസേര കാണാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർമാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് വിശ്രമിക്കാനോ പുറത്തു പോകാനോ ഒക്കെയുള്ള സ്വാഭാവികമായ ഒരു രീതികളുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയോ? എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്? അഭിലാഷേ, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പകർച്ചപ്പനി വ്യാപകമാണ്. ജില്ലാ ജനറൽ ആശുപത്രികളിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലൊക്കെ ഇങ്ങനെ രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ കുമ്പള എന്ന് പറയുന്ന സ്ഥലത്തെ ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് രോഗികൾ രാവിലെ മുതലേ തന്നെ ആശുപത്രിയിലെത്തി. 12 മണിയായിട്ടും ജീവനക്കാരെ കാണാനില്ല, ഡോക്ടർമാരെ കാണാനില്ല. അങ്ങനെ അവസാനം രോഷാകുലരായി അവർ വീഡിയോ ചിത്രീകരിക്കുന്നു. അവിടെ അവരുടെ ബുദ്ധിമുട്ട് അത് ദൃശ്യങ്ങളിലൂടെ അവർ പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ചതിനും അതോടൊപ്പം ഇത്തരത്തിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നും പറഞ്ഞാണ് ഈ ആശുപത്രി അധികൃതരുടെ പരാതിയിൽ ഇപ്പോൾ ഈ ഒരു 3 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ അവർ ആരോപിക്കുന്നത് അവിടെ എല്ലാവരും കൂട്ടത്തോടു കൂടി ഒരു പരിപാടിക്ക്, ഒരു ഇത്തരത്തിലുള്ള സ്വകാര്യ പരിപാടിക്ക് പോയിട്ടുണ്ട്, ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടെന്നൊക്കെയാണ് ആ വീഡിയോയിൽ ആരോപിക്കുന്നത്. അങ്ങനെ ആളുകളില്ല, ശരിയാണ്. OP ടിക്കറ്റ് നൽകേണ്ട ജീവനക്കാർ പോലുമില്ല, ഡോക്ടർ ഇല്ലാത്ത ഒരു സാഹചര്യം. 100 കണക്കിന് രോഗികളാണ് ഓരോ താലൂക്ക് ആശുപത്രി കേന്ദ്രങ്ങളിലുമൊക്കെ എത്തുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ വലിയൊരു പ്രകോപനമൊന്നും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ പ്രകോപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നൊന്നും കാണുന്നില്ല. പക്ഷേ ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം ആശുപത്രിക്ക് പ്രത്യേക പരിരക്ഷയുണ്ട്. ആശുപത്രി ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രിയിൽ സംഘർഷമുണ്ടായാൽ അത് ജാമ്യമില്ലാ വകുപ്പാണ്. അത്തരത്തിലുള്ള ഒരു വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുകൾ
രാവിലെ മുതലേ നിരവധി ആളുകൾ അവിടെ എത്തി. പക്ഷേ ഡോക്ടർമാരില്ല, മരുന്ന് നൽകേണ്ട ആളുകളില്ല, OP ടിക്കറ്റ് പോലും നൽകാത്ത സാഹചര്യം. 12 മണി മുതൽ 2 മണി വരെയായിരുന്നു OP ടിക്കറ്റിന്റെ സമയം. ആ സമയത്തും അത് നൽകാതെ ഈ കൂട്ടത്തോടു കൂടി ആളുകൾ പുറത്തേക്ക് പോയി. ഏതെങ്കിലും തരത്തിൽ അവധിയല്ല അവർ എടുത്തിട്ടുണ്ടായിരുന്നത്, ഏതോ ഒരു പരിപാടിക്ക്, സ്വകാര്യ പരിപാടിക്ക് പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഇങ്ങനെ രോഗികളുടെ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടായാൽ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. അതിനു മുമ്പ് ഒരു കൗണ്ടർ പരാതി എന്ന രീതിയിൽ കൊടുത്താണോ എന്നറിയില്ല. ഏതായാലും ഈ സംഭവത്തിൽ DMO തലത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് അവിടെയുള്ള കുമ്പളിയുള്ള ആളുകൾ. അതിൽ ഒരു സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമുക്കറിയാം, ആശുപത്രി ഡോക്ടർമാർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും ഒക്കെ നേരത്തെയൊക്കെ വലിയ തോതിലുള്ള അക്രമം, അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഇത്തരം കാലാവസ്ഥയും ഈ പനിയൊക്കെ വ്യാപകമാവുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ കുറച്ചുകൂടി കാര്യക്ഷമതയോടുകൂടി ജോലി ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രികളിലും അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ഒക്കെ വലിയ സേവനം നൽകേണ്ട ഒരു സമയമാണ്. ആ ഒരു സമയത്ത് കൂട്ടത്തോടുകൂടി ഇങ്ങനെ പോകുന്നത്, അതും ഇവർക്ക് അനുവദിച്ച ആ സമയത്ത് ഇങ്ങനെ പോകുന്നത്, അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ദൃശ്യം ചിത്രീകരിച്ച് അതിനും അതോടൊപ്പം ഈ ആശുപത്രിയിൽ സംഘർഷാവസ്ഥ സാഹചര്യമുണ്ടാക്കി എന്നും കുറ്റത്തിന് തീർച്ചയായും അവിടെ ബൈജു ഈ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിനെ ഒന്നും ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാനാവില്ല. മാത്രവുമല്ല, ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം സംസ്ഥാനത്തെ ഈ നിയമങ്ങൾ, അതായത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് എന്നതും വസ്തുത തന്നെയാണ്. പക്ഷേ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഒഴിഞ്ഞ കസേരകൾ കാണാം. ആ ദൃശ്യത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ 12 മണിയാണ് ആയിട്ടുള്ളത്. അവിടുത്തെ ബോർഡ് സഹിതം 2 മണി വരെയാണ് ഈ സേവനം നൽകേണ്ടത്. അപ്പോൾ 12 മണിയായപ്പോൾ പോലും ആളില്ല, ടിക്കറ്റ് എടുക്കാൻ ആളില്ല, രോഗികൾ വലയുന്നു എന്നതാണ് അവിടെ ഒരു പ്രതിഷേധം. അപ്പോൾ ഈ പ്രതിഷേധം ആശുപത്രി അധികൃതർ ശ്രദ്ധിക്കാതെ പോകില്ലല്ലോ. അവർക്ക് അതിനൊരു പരിഹാരമോ സൊല്യൂഷനോ ഒക്കെ ആ സമയത്ത് സാധ്യമാകുന്ന ഒന്നായിരുന്നില്ലേ? അപ്പോൾ ആരും അതിൽ ഇടപെടാൻ തയ്യാറായില്ല. സഹികെട്ടെടുത്തൊരു വീഡിയോ എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും അത് തന്നെയാണ് അതിൽ ഏറ്റവും കൃത്യമായ പ്രയോഗം. സഹികെട്ട് ഒടുവിൽ അവർ എടുത്തത് അതൊരു പ്രൊഫഷണൽ വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഒരു പക്ഷേ അത് അത്രത്തോളം പ്രൊഫഷണൽ ആണെങ്കിൽ കൃത്യമായി അതിനകത്ത് കസേരകളും ഒഴിഞ്ഞ കസേരകളും അങ്ങനെയൊക്കെ ചിത്രീകരിച്ചാൽ, ഇത് സാധാരണക്കാരായ ആളുകളാണ്. പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്നതാണ് ഈ ആശുപത്രികൾ. പ്രത്യേകിച്ച് ഈ കുമ്പളയൊക്കെ അങ്ങനെയുള്ള ഒരു മേഖലയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്രത്തോളം ഇവർക്ക് ഒരു ക്ഷമ കിട്ടിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. രാവിലെ മുതലേ ആശുപത്രിയിലെത്തി, അത് പലതരത്തിലുള്ള രോഗങ്ങളുമായി എത്തുന്നവരുണ്ട്. അവർക്ക് OP ടിക്കറ്റ് കിട്ടാതിരിക്കുമ്പോൾ അവർ സ്വാഭാവികമായും പ്രതിഷേധിക്കും. അങ്ങനെയുള്ള ഒരു പ്രതിഷേധമാണത്. പക്ഷേ അതിന് കടന്ന പ്രതിഷേധം ആശുപത്രികളിൽ പലപ്പോഴും ഉണ്ടാകുന്നു. അത് രോഗികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തിനധികം പോലീസിനെ ഇത്തരത്തിൽ പോലീസ് പിടികൂടുന്ന പ്രതികൾ അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തുമ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിലും അവർക്ക് ജീവന് പോലും ഭീഷണിയാണ് ഡോക്ടർമാർക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രോഗികളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇത് കാര്യമെങ്കിൽ തീർച്ചയായും ഇതിൽ ഒരു അന്വേഷണം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ആ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ ജീവനക്കാരുടെയോ ഭാഗത്തുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ഒരു പ്രകോപനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പരാതിയുടെ പേരിൽ ഈ ആളുകൾക്കെതിരെ മാത്രം കേസെടുത്താൽ പോരാ. ഇതിൽ സത്യാവസ്ഥ അറിയണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് പ്രദേശവാസികളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇതിലൊരു സത്യാവസ്ഥ ഇനിയും പുറത്തു വരാനുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവിടെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരു പ്രകോപനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവർ വീഡിയോ ചിത്രീകരിച്ചു എന്നത് സത്യമാണ്. ആ വീഡിയോ ചിത്രീകരിച്ച് ഇവരുടെ സ്വകാര്യത്തെ ഹനിക്കുന്ന രീതിയിലാണെന്ന ഒരു കേസ് കൂടിയാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. തീർച്ചയായും അവിടെ ബൈജു സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷേ ഈ വീഡിയോ ബോധപൂർവമായ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിത്രീകരിച്ചതാകണമെന്നില്ല. ഒരു പക്ഷേ ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് തെളിവ് ചോദിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോഴുള്ളത്. അങ്ങനെ കൂടി ആയിരിക്കാം ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷേ അതിനെ ന്യായീകരിക്കാനില്ല. എന്നാൽ പോലും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളും ഡോക്ടർമാരും ഒക്കെ പൊതുവിൽ നമ്മുടെ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടതാണ്, ചിലർ സർക്കാർ ജോലി ആയതുകൊണ്ട് തന്നെ വൈകി വരിക, നേരത്തെ പോവുക, മറ്റ് അസൗകര്യങ്ങളൊക്കെ പറയുക. അവിടെ കൃത്യമായി ആശുപത്രിയുടെ പ്രവർത്തനം എപ്പോൾ ആരംഭിക്കണം, എത്ര സമയം വരെ എന്ന് കൃത്യമായൊരു ബോർഡുണ്ട്. അതനുസരിച്ച് തന്നെ ജോലി ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വവുമാണ്. ഇടവേള. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്.
മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിംഗിലും സംഭവിക്കുന്നത്. മഴ മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള പെരുമ്പാവൂരിലെ ബാറിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ. പെരുമ്പാവൂർ കാരാട്ടുപള്ളിക്കര സ്വദേശികൾ ആയ ഷാനവാസ്, ബൈജു, സിജിൽ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ചേലാമറ്റ സ്വദേശിയായിരുന്നു ഇവർ ഉപദ്രവിച്ചത്. ഇയാളുടെ പരിക്ക് സാരമുള്ളതല്ല. മദ്യപാനത്തെ തുടർന്ന് ഉണ്ടായ വാക്ക് തർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഇതിപ്പോൾ ദിവസവും കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകളിലൊന്നായി മാറുകയാണ് ഈ ബാറിലെ തമ്മിലടിയും ആക്രമണങ്ങളുമൊക്കെ. ഇതിലിപ്പോൾ ആശ്വസിക്കാവുന്ന ഒന്ന്, ഈ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്താണെങ്കിൽ ബാറിൽ ബഹളമുണ്ടാക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? എന്തായിരുന്നു ഈ തർക്കത്തിലേക്ക് എത്തിച്ചത്? പ്രതികളുടെ പശ്ചാത്തലം എന്താണ്? അഭിലാഷ്, മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഇത്ര വലിയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും തർക്കത്തിനുണ്ടായ കാരണം വ്യക്തമല്ല. ഈ ഒരു ഇതിൽ അതായത് 3 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. അതായത് കാരാട്ടുപള്ളിക്കര സ്വദേശികളായ ഷാനവാസ്,
ബൈജു, സിജിൽ എന്നിവരാണ് ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ആക്രമിച്ചത്. ചേലമറ്റം സ്വദേശിയാണ് ആക്രമിച്ചത്. അതായത് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഈ 3 പേരാണ്. പോലീസ് മറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ബാറിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം, വാക്കത്തി കൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയും വെട്ടിപ്പരുക്കേൽക്കാൻ ശ്രമിക്കുകയും അതുപോലെ അത് തടയാൻ ശ്രമിക്കുന്നവരാണ് വെട്ടല്ലേ വെട്ടല്ലേ എന്ന് ഉറക്കം നിലവിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്ര ഭീകരമായ പരുക്ക് ഈ ചേലാമറ്റ സ്വദേശിക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സാരമായ പരുക്കല്ല അയാൾക്ക് ഏറ്റിട്ടുള്ളത്. എന്തായാലും ഈ 3 പേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ചേലാമറ്റ സ്വദേശിയാണ് ഇവർ ഉപദ്രവിച്ചിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തോട് വൈരാഗ്യമുണ്ടായെന്ന് അറിയില്ല. പക്ഷേ മദ്യപാനത്തിനിടെ തർക്കമെന്ന് മാത്രമേ പോലീസിന് ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. ഈ മദ്യപിച്ചുണ്ടായ വാക്കുതർക്കം അത് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രശ്നങ്ങളിൽ, അതായത് കുടുംബത്തിലടക്കമുള്ള പ്രശ്നങ്ങളിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കങ്ങൾ, വഴക്കുകളൊക്കെ കൊലപാതകത്തിലേക്കും മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസുകളിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന ഒരു സംഭവം നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. ബാറുകളിലെ കൂട്ടത്തല്ലുകൾ അല്ലെങ്കിൽ ബാറുകളിലുണ്ടാകുന്ന തർക്കങ്ങൾ ഇതൊക്കെ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. എന്തായാലും പെരുമ്പാവൂരിലെ സ്വകാര്യ ബാറിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ചേലാമറ്റ സ്വദേശിയാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. കസ്റ്റഡിയിൽ 3 പേരാണ്. അതായത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണത്തെ തെരച്ചിലിനൊടുവിൽ തന്നെയാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത്. കാരണം ഇവർ ഈ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ ശേഷം കത്തിയെടുത്ത് മറ്റേ ചേലാമറ്റ സ്വദേശിയായ ആളെ വെട്ടിപ്പരുക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതേ തുടർന്ന് ഈ 3 പേരും അതാണല്ലോ ആജ്ഞ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. അതായത് ഇപ്പോൾ ഈ ബാറിൽ പോകുന്നവരെല്ലാം പ്രശ്നക്കാർ എന്നൊന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. മദ്യപിച്ച് പിന്നീട് വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ ഒക്കെ മടങ്ങുന്ന ആൾക്കാരാണ് അധികവും. അവർ മറ്റുള്ളവർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യുന്നു എന്ന് പറയാനാവില്ല. പക്ഷേ ഇവിടെ ആ ദൃശ്യങ്ങൾ തന്നെ ഭീകരമാണ്. അതിൽ വെട്ടല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ സ്വാഭാവികമായും ഈ ആക്രമിച്ചവർക്ക് അത്തരത്തിലൊരു പശ്ചാത്തലമോ സ്വഭാവമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. കൃത്യമായി പ്രതികളുടെ ഒരു പശ്ചാത്തലം പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? അക്കാര്യങ്ങൾ പങ്കുവെച്ചോ പോലീസ്? അഭിലാഷ, ഈ പ്രതികളുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും നേരത്തെ ഈ ഇതായിട്ടുള്ള ആളുകൾ, അതായത് ഷാനവാസിനെതിരെ നേരത്തെ കേസുകളുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഈ 3 പേരെയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 3 പേരും ചേലാമറ്റം സ്വദേശിയെ വെട്ടിപ്പരുക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. വലിയ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് അവർ ബാറിൽ ഉണ്ടാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഇവർക്കെതിരെയുള്ള എന്താണ് കാരണമെന്നുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. അല്ല, തർക്കത്തിനുണ്ടായ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം വളർന്നതാണ് ഇത്ര വലിയൊരു സംഘർഷത്തിലേക്ക് മാറിയത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അഭിലാഷ്, യെസ്, സൂചിപ്പിച്ചതുപോലെ മദ്യപാനത്തിനിടെയുണ്ടായ ഒരു തർക്കം, ആ തർക്കമാണ് ഇത്തരത്തിൽ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്ത് ഇവരുടെ ഒരു പശ്ചാത്തലം എന്ത് എന്നതിലൊന്നും കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ആ ദൃശ്യങ്ങളിൽ പറയുന്നത് ആക്രമിക്കരുത് എന്ന് പറയുമ്പോൾ വെട്ടല്ലേ എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ആയുധം ഉപയോഗിച്ചാണ് വെട്ടാൻ ശ്രമിച്ചത്, എന്തിനാണ് ഇവർ ആയുധവുമായൊക്കെ ബാറിലേക്ക് വരുന്നത്, ഇവരുടെ പശ്ചാത്തലം എന്താണ്, അപ്പോൾ മാത്രമേ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. കോഴിക്കോട് വടകര MDMA കേസിൽ പ്രതിയായ പേരാമ്പ്ര BRCയിലെ അധ്യാപികയായിരുന്ന കീർത്തനയ്ക്ക് മയക്കുമരുന്ന് ഇടപാടിൽ വ്യക്തമായ പങ്കുള്ളതായി പോലീസ്. കീർത്തനയുടെ വാട്സപ്പ് ചാറ്റുകളിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ പണം എത്തിയതായും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഇന്നലെ മാധ്യമങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. പറയാനുണ്ട്, തനിക്കിതിലൊരു പങ്കുമില്ല, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുകൂടി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രതികരണമായിരുന്നു പുറത്തു വന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സംശയമൊന്നുമില്ല. ഈ ലഹരി കണ്ണികളിൽ ഒരാളാണ് കീർത്തന. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കീർത്തനയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രതികളിൽ ഒരാളെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ഫസ്വാൻ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കീർത്തനെ അറസ്റ്റ് ചെയ്യുന്നത്. ഫസ്വാന്റെ അക്കൗണ്ടിൽ നിന്നും 5000 രൂപ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നു. ഇത് MDMAക്കുള്ള പണമാണ് എന്നാണ്
ഫസ്വാൻ പോലീസിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കീർത്തനയിലേക്ക് പോവുകയും പിന്നീട് കീർത്തനയിൽ നിന്നും കാവ്യയിലേക്കും നിഷ്മയിലേക്കും ജിജിൽ കുര്യാക്കോസിലോട്ടുമൊക്കെ അന്വേഷണം നീങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്നലെ കീർത്തനയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് തന്റെ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയൊന്നും അങ്ങനെ എത്തിയിട്ടില്ല എന്നാണ്. 2 തവണയായി 5000 രൂപയുടെ 2 ഇടപാടുകൾ മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് ഈ കാവ്യ, അതായത് ഈ കീർത്തനയുടെ സുഹൃത്തും BRCയിലെ പരിശീലകയുമാണ് കാവ്യയോട് പണം കടം ചോദിച്ചിരുന്നു. അങ്ങനെ പണം കടം ചോദിച്ചപ്പോൾ അത് കാവ്യയുടെ സുഹൃത്തുക്കളോട് പറഞ്ഞ ശേഷം ആ വഴിക്ക് പണം ഇടുകയായിരുന്നു എന്ന് ആണ്. അല്ലാതെ ഈ ആളുകളുമായി തനിക്ക് നേരിട്ട് ബന്ധം ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം ലക്ഷങ്ങളുടെ ഇടപാടെന്നൊക്കെ പറയുമ്പോൾ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് 1,20,000 രൂപ വടകരയിലെ ഒരു സഹകരണ ബാങ്കിൽ നിന്നും ചിട്ടി പിടിച്ച പണമായിരുന്നു. ആ ചിട്ടി പിടിച്ച പണത്തിന് മുഴുവൻ രേഖകളുമുണ്ട്. അത് ബാങ്കിൽ നിന്ന് തന്നെയാണ് അക്കൗണ്ടിലേക്ക് വന്നതെന്നും പറയുന്നു. മറ്റ് ചില ബന്ധുക്കളും മറ്റുമൊക്കെ അടുത്ത പരിചയമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള ചില ആളുകളൊക്കെ പണമിട്ടിട്ടുണ്ട്. ഇതല്ലാതെ മറ്റ് പുറത്തുനിന്ന് ഒരു പണവും തന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം ഇന്നലെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ കീർത്തനയും നേരിട്ട് പറഞ്ഞത് അതാണ്. തന്റെ 2 അക്കൗണ്ടുകളിലെയും ബാലൻസ് മൈനസാണ്. തനിക്ക് ലോൺ അടയ്ക്കാൻ പോലും തന്റെ പക്കൽ പണമില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് താനൊരു അധ്യാപികയാണ്, ആൺകുട്ടിയുടെ അമ്മയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ താൻ MDMA ഇടപാടിന് നിന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസ് ഈ വാദങ്ങൾ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന തരത്തിലാണ് കസ്റ്റഡി റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിൽ വ്യക്തമായി പറയുന്നു, ഇവരുടെ വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ഈ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കൃത്യമായ വാട്സാപ്പിന്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ ലഭിച്ചിരുന്നു. ഒപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്കടക്കം ഇവർ ഈ മയക്കുമരുന്ന് നൽകിയോ എന്നതിന്റെ പരിശോധന. തീർച്ചയായും അതാണ് അനീഷ്, നമ്മൾ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും വീഴ്ചകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ കീർത്തന തന്നെ പറയുന്നത് പോലെ അവരൊരു സ്ത്രീയാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്, അധ്യാപികയാണ്. ഇതൊക്കെ പോലീസിനും വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ്. കഴിയുന്നത്ര പോലീസ് ഇത്തരം പരിഗണനകളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെ റീചെക്ക് ചെയ്തതിന് ശേഷമേ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ചിലപ്പോഴെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിക്കാറുണ്ടാകാം. ഇതിപ്പോൾ ഒരു ലഹരി കേസാണ്. അവിടെ 3 അധ്യാപകർ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വനിതാ അധ്യാപകരാണ് പിടിയിലായിട്ടുള്ളത് എന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കീർത്തന പറയുന്നത് പോലെയാണ് സാഹചര്യം എന്നൊക്കെ പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ. പോലീസ് അങ്ങനെ ഒരു കള്ളക്കേസോ അല്ലെങ്കിൽ തിടുക്കപ്പെട്ടുള്ള നടപടിയോ ഒന്നുമായി നമുക്കിതിനെ വിലയിരുത്താൻ പറ്റുന്നില്ലല്ലോ അനീഷ്. ഒരിക്കലുമില്ല അഭിലാഷ്. കാരണം ഈ അധ്യാപികമാർക്ക് ഈ മയക്കുമരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നും തന്നെ നേരത്തെ മനസ്സിലായത്. കാരണം കാവ്യയും കീർത്തനയും നീഷ്മയുമായി അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. ഒപ്പം ഇവരുടെ അക്കൗണ്ടിൽ നിന്നും കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ പണം പോയിരിക്കുന്നു. ഈ ജിജിലിൽ നിന്നും പിന്നീട് വയനാട് സ്വദേശിയായ ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കേവലം 6 മാസത്തിനുള്ളിൽ മാത്രം 1 കോടി രൂപയാണ് ഒഴുകിയെത്തിയത്. സാധാരണഗതിയിൽ ഒരു ഡെലിവറി ബോയായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് 6 മാസത്തിനുള്ളിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഈ 1 കോടി രൂപ എത്തുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒപ്പം ഈ പയ്യോളിയിൽ കഴിഞ്ഞ ദിവസം മയക്കുമരുന്നുമായി ഒരു യുവാവിനെ പിടികൂടിയിരുന്നു. ആ യുവാവിന്റെ കേസുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. കാരണം ആ യുവാവിന്റെ അക്കൗണ്ടിൽ നിന്നും പണം അയച്ചത് ഈ ജിജിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ മെയ് 20-നാണ് ഈ ഇടപാട് നടന്നത്. അന്ന് തുറശ്ശേരി കടവിലെ തെക്കേ നെല്ലിക്കുന്ന് സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ എന്നയാളെ 13.56 ഗ്രാം MDMAയുമായാണ് പോലീസ് പിടികൂടിയത്. ഇയാളെക്കുറിച്ച് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കട്ടിലിനടിയിലെ പേഴ്സിൽ സൂക്ഷിച്ച നിലയിൽ ഈ MDMA കണ്ടെത്തുകയും ചെയ്തത്. ഈ കേസിൽ ഈ മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്നും, മുഹമ്മദ് ഇർഫാന്റെ അക്കൗണ്ടിൽ നിന്നും ഈ കേസിൽ, അതായത് നമ്മുടെ വടകരയിലെ ഈ അധ്യാപികമാർ പ്രതികളായ കേസിലെ ഇടനിലക്കാരനായ കൊറിയർ ബോയ് അല്ലെങ്കിൽ ഡെലിവറി ബോയ് ആയ ജിജിന്റെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് ഈ ജിജിൻ ഈ അധ്യാപികമാർ വഴി മാത്രമല്ല മറ്റു പലതരത്തിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇത്തരത്തിൽ പല കേസുകളിൽ പിടിയിലാവുന്നവരുടെ ചരിത്രം, അവരുടെ അക്കൗണ്ടുകൾ എന്നിവയൊക്കെ പോലീസ് പ്രത്യേകം പരിശോധിച്ചു വരികയാണ്. എന്തായാലും പയ്യോളിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലും ഈ ജിജിൻ കുര്യാക്കോസിനെ പ്രതിയാക്കും. അയാളെ ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതൊക്കെ ചെയ്യും. ഒപ്പം ഈ ജിജിനും
ഈ ഷിൻഡോ എന്ന വയനാട് സ്വദേശിയും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നതെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മംഗലാപുരത്തെ ഒരു കോളേജിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. ഒരു ക്ലാസ്സിൽ പഠിച്ചവരല്ലെങ്കിൽ പോലും ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവർ ഒറ്റക്കെട്ടായാണ് ആ കോളേജിലടക്കം നടക്കുകയും ചെയ്ത് ഈ MDMA ഇടപാടുകൾ അക്കാലത്ത് തന്നെ തുടങ്ങിയതുകൊണ്ട് ജിജിന് പിന്നീട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെയും കൃത്യമായ ഒരു ചെങ്ങലയുടെ ഭാഗങ്ങളായി തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്തായാലും അത്തരം ഒരു നെറ്റ്വർക്കിലേക്കാണ് ഈ അധ്യാപികമാർ കൂടി എത്തപ്പെട്ടത്. അതാണ് ഈ നെറ്റ്വർക്കിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ആ ശൃംഖലയുടെ കണ്ണുകളെല്ലാം പൊട്ടിക്കേണ്ടതുണ്ട്. അനീഷ്, ഒരു കാര്യം കൂടി, ഇവർ അധ്യാപകരാണ് എന്നത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കുട്ടികളുമായി ഇടപെടാനൊക്കെയുള്ള അവസരം ഉണ്ട്. അതിൽ തന്നെ പ്രത്യേക പരിശീലനം നൽകുന്ന അധ്യാപിക വേറെയുണ്ട്. അപ്പോൾ പോലും ഈ കുട്ടികൾ ഇരകളാക്കപ്പെടുകയോ കണ്ണികളാകുകയോ ചെയ്തിട്ടുണ്ടോ? അതിലെന്തെങ്കിലും സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ? പോലീസ് വടകര NDPS കോടതിയിൽ നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ ഈ കുട്ടികളെ ഇരയാക്കിയോ എന്ന സംശയമുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിൽ കുട്ടികൾക്ക് നൽകിയതായി ഒരു കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നോ രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നോ ഇങ്ങനൊരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ഒരു അറിവ് എന്ന രീതിയിൽ പോലുമോ ഈ കുട്ടികൾക്ക് നൽകിയതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ പോലീസിനും നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് ഈ കീർത്തനെ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ സമയം വൈകുന്നേരം 5 മണിയോടുകൂടി കഴിയും. അതോടുകൂടി ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നേക്കും. ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇടപാടുകളെക്കുറിച്ചുള്ള പരിശോധനകൾ നടന്നേക്കും. ഒപ്പം ഇവരുടെ ഫോണിലെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരിക്കും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ കീർത്തനെ പിടികൂടിയതിന് തൊട്ടു പിന്നാലെ കാവ്യയും നീഷ്മയും അവരുടെ ഫോണിലെ വിശദാംശങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനാവാത്ത വിധത്തിലാക്കിയെന്നൊക്കെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ അത് ഫോറൻസിക് പരിശോധനയിലൂടെ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കും. അങ്ങനെ ഈ 3 പേരുടെയും ഫോൺ വിശദാംശങ്ങളും 3 പേരെ ആദ്യം ഒറ്റയ്ക്കും പിന്നീട് കൂട്ടമായും ഇരുത്തി ചോദ്യം ചെയ്യുമ്പോഴാവും ഇവരുടെ മൊഴികളിലെ പൊരുത്തക്കേട്, ഇവർ പറയുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യം എന്നിവയൊക്കെ കണ്ടെത്താൻ കഴിയുക. അതിനുശേഷമാവും ഒരുപക്ഷെ ഈ കുട്ടികൾക്കും മറ്റും കൊടുത്തോ അല്ലെങ്കിൽ കുട്ടികളെ ഇടനിലക്കാരനാക്കാൻ ശ്രമിച്ചോ എന്നീ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരികയുള്ളൂ. അഭിലാഷ്. യെസ്, ഇപ്പോൾ ഇതാ 3 അധ്യാപകർ ആണ് ഈ MDMA കേസുമായി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ കീർത്തനയ്ക്ക് കൃത്യമായ പങ്കുണ്ട് ഈ ലഹരി ഇടപാടുകളിൽ എന്ന് തന്നെയാണ് വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് അടക്കം അതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. ഇടവേള. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ചായയുടെ പണം ചോദിച്ച വൈരാഗ്യത്തിൽ തട്ടുകട അടിച്ചു തകർത്ത കുപ്രസിദ്ധ ഗുണ്ട പിടിയിലായി. മലപ്പുറം തിരൂർ പറവണ്ണ സ്വദേശി റബീഹിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കട നടത്തുന്ന 65-കാരനായ വൃദ്ധനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. VK ജിഷാദ് ചേരുന്നുണ്ട്. ജിഷാദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇതിന്റെ പൂർണ്ണരൂപം? അഭിലാഷ്, ചായയുടെ പണം ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് 65-കാരനെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. സംഭവം തിരൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. തിരൂർ പറവണ്ണയിലാണ് ഈ സംഭവം. ഇതിൽ ഒരാൾ അറസ്റ്റ് ആയിട്ടുണ്ട്. തിരൂർ സ്വദേശി റബീഹിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പറവണ്ണ മസ്ജിദിന് സമീപം തട്ടുകട നടത്തിയിരുന്ന ആൾക്ക് നേരെയാണ് ഈ റബീഹ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമണം ഉണ്ടാക്കിയത്. രാത്രി കടയിലെത്തിയ റബീഹ് അതിക്രമിച്ച് കയറി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ചായ കുടിച്ചതിന്റെ പണം കടയുടമ ആവശ്യപ്പെട്ടു. പ്രതി അതിനുശേഷം അക്രമത്തിനാകുകയായിരുന്നു.
അതിൽ കടയിലുണ്ടായിരുന്ന സാധനങ്ങളും മറ്റും ഈ റബീഹ് തല്ലി തകർത്തു. മാത്രമല്ല ഈ റബീഹ് മുന്നേ കുറെ കേസുകൾ പ്രതിയാണ്. കാപ്പ കേസ് ഉൾപ്പെടെ ഈ പ്രതിയുടെ മേൽ ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എന്തായാലും ഈ ക്രിമിനലിനെ, അതായത് നിരവധി കേസുകളിലെ ക്രിമിനലിനെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ജിഷാദി, ചായ കുടിച്ച പണം ആവശ്യപ്പെട്ടു ചായക്കടക്കാരൻ, അതിന്റെ പേരിലാണല്ലോ ഈ അക്രമം ഉണ്ടായത്. ഈ സമയത്ത് റബീഹ് ഒറ്റയ്ക്കായിരുന്നോ അതെയോ മറ്റാരെങ്കിലും ഒക്കെ ഒപ്പമുണ്ടായിരുന്നോ? ഇതിൽ റബീഹ് മാത്രമാണ് ഈ അക്രമം നടത്തിയത്. വേറെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം ഈ രാത്രി സമയമായി തന്നെ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ തന്നെ ഈ യാത്രക്കാർ മാത്രമായിരുന്നു ഈ കടയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ വൃദ്ധൻ എന്ന് പറഞ്ഞ 65-കാരനായ അധികം പ്രായമുള്ള ഒരു ആളാണ്. ആളുടെ നേരെ ആക്രമിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ കട അടിച്ചു തകർക്കുകയും തുടർന്ന് ഈ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ റബീന് മുന്നും ഇതേമാതിരി സമാനമായ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് നിലവിൽ. എന്തായാലും റബീനെ കാപ്പാപ്രകാരം തന്നെ അറസ്റ്റ് ചെയ്തു. റബീനെ റിമാൻഡ് ആക്കിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് തിരൂർ CI അനിൽകുമാർ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ഈ 65-കാരനാണ് ചായക്കട നടത്തുന്നത്. അദ്ദേഹത്തിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ടോ? കട അടിച്ചു തകർത്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ അഭിലാഷ്, ഈ അക്രമം നടത്തുന്ന സമയത്ത് അപ്പൊ തന്നെ ഈ റബീഹ് കട അടിച്ചു തകർന്നുകൊണ്ട് ഇയാള് പുറത്തേക്ക് ഓടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരെ കൂട്ടിയപ്പോഴത്തേന് റബീഹ് രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ റബീഹിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റബീഹ് ഇപ്പോൾ റിമാൻഡിലാണ്. 65-കാരൻ ജീവിക്കാൻ വേണ്ടി എന്തായാലും ചായക്കട നടത്തുന്നു. ഇവിടെ ചെറുപ്പക്കാരനായ ഒരാൾ ഗുണ്ടാപ്പണി നടത്തുന്നു. അത് മാത്രവുമല്ല, കുടിച്ച ചായയുടെ പണം ചോദിച്ചതിന് ചായക്കട അടിച്ചു തകർക്കുന്നു. ഇതും കേരളത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടച്ചുപൂട്ടൽ ഉത്തരവിന് പിന്നാലെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ സമരം പുനരാരംഭിച്ച് നാട്ടുകാർ. പ്ലാന്റിലേക്കുള്ള വഴി ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി വേസ്റ്റ് പോലും ഇവിടെ കൊണ്ടുവന്ന് അവർ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. ഞങ്ങൾ ആരും ഒരു അക്രമ സമരത്തിനൊന്നല്ല, ജനാധിപത്യ രീതിയിലുള്ള വിവേകപരമായ സമരത്തിലാണ്. ഞങ്ങളുടെ പ്രതിഷേധം ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള സമരമാണിത്. അവരെ വണ്ടി ഇവിടേക്ക് വരാതിരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ അധികാരികൾക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ തടയൂല. ഒക്ടോബർ 21 ഉണ്ടായിരുന്ന ഇൻസിഡന്റ് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അത് ഏതൊക്കെ രീതിയിലാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയാം. 4000-ഓളം കുടുംബങ്ങൾ, 4000-ഓളം ജനങ്ങളല്ല, 4000-ഓളം കുടുംബങ്ങൾ ഈ രണ്ട് മണ്ഡലത്തിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലും തിരുമാടി നിയോജകമണ്ഡലത്തിലും മണ്ഡലങ്ങൾ പ്രശ്നിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് സമാധാനപരമായ സമരം 6 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേണ്ടി 2, 3, 4 കൊല്ലത്തോളം ഞങ്ങൾ ഇതിന് നടക്കുന്നത്. ഇനി നടക്കാനാവില്ല. ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങണം, പുഴയിൽ കുളിക്കാൻ ഇറങ്ങാനില്ല. വീട്ടിൽ നിന്ന് വരെ ഞങ്ങൾ ഒന്നിനും വന്നാലില്ല, ബുദ്ധിമുട്ടിനൊന്നും വന്നാലില്ല, ഒന്നും ചെയ്യാനൊന്നും ഞങ്ങൾ വന്നാലേ. ഞങ്ങൾ ഇത് സമരം ചെയ്യാതെ മാത്രം, അത് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചു. കച്ചവടം വന്നതല്ല, ഒരു ബുദ്ധിമുട്ടിന് വന്നതല്ല. ഞങ്ങൾക്ക് ഇത് കൂട്ടിക്കൂട്ടണോ? കൂട്ടുന്ന വരെ ഉണ്ടാവും. ഞങ്ങൾ ഒരു കച്ചവടമല്ല, ബുദ്ധിമുട്ടിനല്ല, ഒരാളെ ശല്യപ്പെടുത്താനല്ല, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ വെള്ളമില്ല, മറ്റു ഞങ്ങൾ പുഴയിൽ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഞങ്ങൾ പോയ എന്താ ആക്കിയിട്ട് നിങ്ങൾ വന്നു നോക്കി. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വരെ സമരം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക. നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടുകൊണ്ട് വന്ന് നിൽക്കുക. ഇത്രയും കഷ്ടപ്പാട് കൊണ്ട്, ഇത്രയും കഷ്ടപ്പാട്. ഞങ്ങൾ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആയിരുന്നു. പക്ഷെ അതിന് കൂടുതൽ ആയുസ് ഉണ്ടായില്ല. ഞങ്ങളുടെ സന്തോഷത്തിന് 24 മണിക്കൂർ തികയുന്നതിന്റെ മുന്നേ ഓല ആ ഓർഡർ പിൻവലിച്ച് വല്ലാതെ മനസ്സിനെ വല്ലാതെ വേദനിച്ച ഒരു കാര്യമാണ്. ഇത്രയും ജനങ്ങൾ ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ വന്ന് നിൽക്കൂലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് പൂട്ടുന്നവരെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു പോന്നതാ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കളക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, കഴിഞ്ഞ ദിവസം വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയവർ ആണ് ഇപ്പോൾ പ്രതിഷേധവുമായി വീണ്ടും രംഗത്ത് എത്തിയിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ അവിടെ വലിയ പ്രക്ഷോഭം നടക്കുകയായിരുന്നു. ഈ ഫ്രഷ് കട്ട് എന്ന അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് അതിരൂക്ഷമായ ദുർഗന്ധമാണ് പല സമയങ്ങളിലും. പ്രത്യേകിച്ചും ഈ കോഴി മാലിന്യങ്ങളാണ് അവിടെ എത്തിക്കുന്നത്. കോഴിയിറച്ചി കടകളും മറ്റും വെട്ടിയ ശേഷം ലഭിക്കുന്ന ഇറച്ചി കഷ്ണത്തിന്റെ ഭാഗങ്ങളും തൂവലടക്കമുള്ളവ ഒക്കെയാണ് ഇവിടെ എത്തിക്കുന്നത്. അവ ഈ വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഒരു വലിയ കുക്കർ എന്ന പേരിലുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ കയറ്റി പാകം ചെയ്ത ശേഷം പിന്നെ പ്രത്യേക ഒരു അന്തരീക്ഷ ഊഷ്മാവിൽ അത് തിളപ്പിച്ച്
മറ്റൊരു വളമാക്കി മാറ്റുന്ന അത്തരമൊരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അതിൽ ഈ കുക്കിംഗ് പ്രക്രിയ നടക്കുമ്പോഴാണ് അതിരൂക്ഷമായ ഗന്ധം അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. അതിനെ ചൊല്ലി വളരെ ഏറെ നാളുകളായി തന്നെ നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. ഒപ്പം സമീപത്ത് തന്നെയുള്ള ഒരു പുഴയുടെ മലിനീകരണം അതും അതിൻ്റെ തോത് വലിയ രീതിയിൽ ഉണ്ട് എന്ന ആരോപണം വന്നിരുന്നു. പക്ഷേ ഇതൊക്കെയായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പരിശോധനകൾ നടന്നു, പലതരത്തിലുള്ള ഇടപെടലുകൾ സർക്കാർ ഏജൻസികളുടെ ഭാഗമായി ഉണ്ടാവുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലമാണ് പലപ്പോഴും ഇവർക്ക് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നത്. ഇതിന് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം വലിയ പ്രളയസമാനമായ സാഹചര്യം ഈ താമരശ്ശേരി മേഖലയിലടക്കം രൂപപ്പെടുകയും ഈ സ്ഥാപനത്തിന്റെ സമീപത്തോട് കടന്നു പോകുന്ന പുഴ കവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഈ പ്ലാന്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ വലിയ തോതിൽ പുഴയിലേക്ക് ഒലിച്ചിറങ്ങി എന്നാണ് അന്ന് ഈ ആക്ഷേപമായി ഉയർന്നത്. ഇത്തരമൊരു പരാതി ലഭിക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതേക്കുറിച്ച് പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ അടിയന്തരമായി ഈ പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത്. നിരന്തരമായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും പരാതി ഉണ്ടാവുന്നു, വലിയ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണം ഈ സ്ഥാപനം സൃഷ്ടിക്കുന്നു എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരമൊരു ഉത്തരവ് നൽകിയത്. എന്നാൽ ഈ ഉത്തരവ് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്നലെ രാവിലെ തന്നെ ഈ കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇക്കാര്യത്തിൽ വാദം കേട്ട ശേഷം കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടക്കം റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ആ ഉത്തരവ് റദ്ദാക്കി അല്ലെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇതിനുശേഷം ജില്ലാ കളക്ടറും ഒരു വിദഗ്ധനായ എഞ്ചിനീയറും ഒപ്പം ഈ പൊല്യൂഷൻ കൺട്രോളിന്റെ ബോർഡിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ ഒരു സംയുക്ത പരിശോധന നടത്തുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് 13-ാം തീയതിക്കുള്ളിൽ ലഭ്യമാക്കുകയും ചെയ്യാൻ ഉത്തരവിൽ പറഞ്ഞു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തുടർന്ന് എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് ഒരു തീരുമാനമെടുക്കുക. ഇന്നെന്തായാലും കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് ഈ പ്ലാന്റിൽ പരിശോധന നടത്തുമെന്ന ചില വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ വലിയ പ്രതിഷേധമൊക്കെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കാരണം ഈ ഹൈക്കോടതിയുടെ ഒരു അനുകൂല ഉത്തരവ് ലഭിച്ചാലും അവിടേക്ക് മാലിന്യം എത്തിക്കുന്ന ലോറികൾ അത് തടയും ഉപരോധിക്കും എന്ന രീതിയിലൊക്കെ തന്നെയാണ് അവർ സംഘടിച്ച് നിന്നത്. പക്ഷേ കമ്പനി ഉടമകൾ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി അവിടേക്ക് തൽക്കാലം ലോറികൾ എത്തിക്കുന്നില്ല എന്നാണ് നമ്മളൊക്കെ അടക്കം ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത്. എന്തായാലും ഇത്തരമൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി പോലീസുകാരെ അടക്കം വിന്യസിച്ചാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് കളക്ടർ പോകുന്നില്ല എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അവർ തിങ്കളാഴ്ച ആ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ആ പ്ലാന്റിൽ സന്ദർശനം നടത്തുകയും അനുബന്ധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ സംഘർഷഭരിതമായ ഒരു പ്രക്ഷോഭം നടന്ന ഇടമാണ്. കഴിഞ്ഞ വർഷം ആ മാർച്ചിലെ ആ പ്ലാന്റിലേക്ക് നാട്ടുകാർ ഒരു മാർച്ച് നടത്തുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ആ ഓഫീസിന് തീ വെക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു പ്ലാന്റിലെ ഒരുപാട് സാമഗ്രികൾ അത് ഈ അക്രമത്തിൽ നഷ്ടപ്പെട്ടു. ജീവനക്കാർക്ക് മർദ്ദനമേറ്റു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഈ ഫാക്ടറി ഉടമകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രക്ഷോഭകർ അത് പൂർണ്ണമായും തള്ളുകയാണ്. ഇന്ന് രാവിലെ കണ്ടപ്പോഴും സമരസമിതി പ്രവർത്തകർ പറയുന്നത് ബോധപൂർവമായ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ സമരക്കാരുടെ മറവിൽ മറ്റു ചില ആളുകളാണ് ഇത്തരം ആക്രമണം അഴിച്ചുവിട്ടത്. ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല. ഇക്കാര്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം അറിയിച്ചിട്ടുണ്ട് എന്നും അവർ പറയുന്നു. എന്തായാലും UDF ആദ്യം മുതൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിലെ ജനപ്രതിനിധികൾ ആദ്യം മുതൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊടുവള്ളി MLA ആയിരുന്ന MK മുനീറായിരുന്ന ഒരു ഘട്ടത്തിൽ ഈ സമരത്തിന്റെ ഏറെ പിന്തുണ നൽകിയാൽ ഇപ്പോൾ PK ഫിറോസ് ആണ് അവിടെ നിന്നുള്ള ജനപ്രതി. അദ്ദേഹം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും അണികളൊക്കെ ഇത് വലിയ തോതിൽ ഷെയർ ചെയ്യുകയും അദ്ദേഹമാണ് ഈ സ്ഥാപനം പൂട്ടിച്ചതെന്നൊക്കെയുള്ള പ്രചാരണം വരികയും ചെയ്തു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു ഉത്തരവ് വരികയും ആ പൂട്ടലിന്റെ ആയുസ് വളരെ ചെറുതായി ചുരുങ്ങുകയും ചെയ്തത്. എന്തായാലും നിലവിൽ അവർ ആ ഉപരോധവുമായി അല്ലെങ്കിൽ അവിടേക്ക് വാഹനം വന്നാൽ തടയുമെന്ന ഒരു നിലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ജനപ്രതിനിധികളടക്കം പിന്തുണ പ്രഖ്യാപിച്ച് എത്തുമെന്നും അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പ്രതിഷേധങ്ങൾ കണ്ട ഇടമാണ്. അവർക്ക് ആശ്വാസമായിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. പക്ഷേ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടേക്ക് മാലിന്യങ്ങൾ എത്തിക്കുന്ന വണ്ടികൾ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇടുക്കി മലങ്കര ഡാമിൽ രാസമാലിന്യം. രാവിലെ മുതൽ ഡാമിലേക്ക് രാസമാലിന്യം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ ഫാക്ടറികളിൽ നിന്നാണ് മാലിന്യം ഒഴുകി എത്തുന്നത് എന്നാണ് സംശയം. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടത്. ഇത് നല്ല ഓയിൽ കലങ്ങി വരുന്നത് നല്ല കട്ടിയിൽ വെള്ളത്തിലൂടെ കലങ്ങി വരികയായിരുന്നു. ഞങ്ങൾ രാവിലെ കാണുമ്പോൾ നല്ലൊരു മണമുണ്ടായിരുന്നു ഓയിലിൻ്റെ. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോലീസ് വിവരം അറിയിച്ചു. പോലീസുകാർ വന്നു. അവർ നോക്കി അവർ ഇത് എവിടുന്നാന്ന് അറിയാൻ വേണ്ടി അവർ കരോട്ട് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കുടിക്കുന്ന വെള്ളമൊക്കെ ആൾക്കാർക്ക് ചൊറിച്ചിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിൽ കുളിക്കുമ്പോഴേ. ഇത് എത്ര പഞ്ചായത്തുകൾ?
ഇത് കൊടിയത്തൂർ പഞ്ചായത്തുണ്ട്, ആലക്കുടി പഞ്ചായത്തുണ്ട്, എടവട്ടി പഞ്ചായത്തുണ്ട്, പിന്നെ കുടുംബന്നൂർ പഞ്ചായത്ത്. ഇതൊക്കെ വെള്ളം ഇങ്ങോട്ട് ജപ്പാൻ കുടിവെള്ളത്തിൽ വെള്ളം ഇവിടുന്ന് എല്ലാം അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഹില്ലു വെക്കുക വെള്ളം എടുക്കുന്നത് താഴെ നിന്നാണ്, ഈ ഡാമിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഒത്തിരി പദ്ധതികളുണ്ട് ഇതിനകത്ത്. ജലസേചന പദ്ധതികൾക്ക് കൂടി ആശ്രയമായിട്ടുള്ള ഡാമാണിത്. വിഷയത്തിൽ പോലീസും പഞ്ചായത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാഗർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാഗർ, ഇതിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എങ്ങനെയാണ് ഇവിടേക്ക് ഈ രാസമാലിന്യം എത്തിയത് എന്നതാണ് പ്രാഥമിക വിവരം. അഭിലാഷ്, ഇടുക്കി മലങ്കര ഡാമിലാണ് ഇത്തരത്തിൽ രാസമാലിന്യം പടർന്ന സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതലാണ് വെള്ളിയാമറ്റം വടക്കനാറിൽ നിന്നും ഈ മലങ്കര അണക്കെട്ടിലേക്ക് രാസമാലിന്യം ഒഴുകി വരുവാൻ തുടങ്ങിയത്. ഈ രാസമാലിന്യം എത്തുന്നത് ഇതിന് സമീപത്ത് തന്നെയുള്ള ഫാക്ടറികളിൽ നിന്നാണെന്ന സംശയമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇടുക്കിയിലെയും സമീപ ജില്ലകളിലെയും, അതായത് 3 ജില്ലകളിലെ നിരവധി ജലസേചന പദ്ധതികൾക്ക് ആശ്രയമാണ് ഈ മലങ്കര ഡാം. ഈ വെള്ളിയാമറ്റം വടക്കനാറിലൂടെ വ്യാപകമായി രാസവസ്തുക്കൾ ഒഴുകിയെത്തി മലങ്കര ജലാശയത്തിൽ പരന്നത് നാട്ടുകാരിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ കണ്ട ഈ ഒരു പ്രതിഭാസം മണിക്കൂറുകളോളം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ പുഴയോരത്തെത്തിയ നാട്ടുകാരാണ് പുഴയുടെ മുകൾ ഭാഗത്ത് എണ്ണ പോലെയുള്ള കറുത്ത പാടയും രൂക്ഷമായ കെമിക്കൽ ഗന്ധവും ആദ്യം ശ്രദ്ധിച്ചത്. ഇതോടെ പുഴയോരത്തെ കൃഷിയിടങ്ങളിലും കുടിവെള്ള പദ്ധതികളിലും എല്ലാം തന്നെ ആശങ്ക പരന്ന ഒരു സാഹചര്യം ഉണ്ടായി. മണിക്കൂറുകൾക്കുള്ളിൽ ഓയിൽ മലങ്കര ജലാശയത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തുകയും ജലാശയത്തിന്റെ ഉപരിതലത്തിൽ എണ്ണപ്പാട വൻതോതിൽ വ്യാപിക്കുകയും ചെയ്തു. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. ഈ മലങ്കര ജലാശയത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒട്ടേറെ ആളുകളാണ് കുടിവെള്ളത്തിനായി മറ്റുമായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്പനേരം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. മൃഗങ്ങൾക്ക് പോലും ഈ വെള്ളം കൊടുക്കാൻ ഭയമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസും പഞ്ചായത്തും കൃഷിവകുപ്പ് അധികൃതരും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മലങ്കര ജലാശയം ഈ തൊടുപുഴ, വാഴക്കുളം, മൂവാറ്റുപുഴ മേഖലകളിലെ നിരവധി കുടിവെള്ള പദ്ധതികളിലെ ശുദ്ധജല സ്രോതസ്സുമാണ്. ഈ വെള്ളത്തിൽ ഇത്തരത്തിലൊരു രാസമാലിന്യം കലരാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും പരിശോധിക്കുന്നത്. എന്തായാലും ഈ ജില്ലാ കളക്ടറുടെയും സ്ഥലത്തെ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി പിന്നീട് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് സാഗർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പാങ്ങോട് കല്ലറയിൽ 14 വയസ്സുകാരൻ തൂങ്ങി മരിച്ച സംഭവത്തിൽ 67കാരൻ അറസ്റ്റിൽ. കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കല്ലറ സ്വദേശി ധർമ്മരാജനെയാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 31 വൈകുന്നേരം 6 മണിയോടെയായിരുന്നു കുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാങ്ങോട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ആണ് മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തിയത്. അരുൺ മോഹൻ ആണ് ചേരുന്നത്. അരുൺ, അങ്ങേയറ്റം നീചമായ ഒരു പ്രവൃത്തി, അതിലൊരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം വളരെ നീചമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ പറയുന്ന 67കാരനിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ 31-ാം തീയതിയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പാങ്ങോട് സ്വദേശിയായ 14കാരന്റെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് എത്തിയത് ഇയാൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി കാരണത്താലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പാങ്ങോട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 31-ാം തീയതി വീടിന് ആയിരുന്നു ഈ പറയുന്ന 14കാരനെ തൂങ്ങിയ നിലയിൽ കാണുന്നത്. അന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുട്ടായി വാങ്ങിയതുമായി ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നുള്ള മനോവിഷമത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തു ആയിരുന്നു പ്രാഥമികമായി പോലീസിന് കിട്ടിയ വിവരം. അതിൽ തുടർന്നുള്ള അന്വേഷണമായിരുന്നു നടന്നത്. എന്നാൽ തുടർന്ന് പോലീസിന് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളും തുടർന്ന് പരിശോധനയും ഫലമായിട്ടാണ് കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായി എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഈ പറയുന്ന 67കാരനായ ധർമ്മരാജനെ പാങ്ങോട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ ഇപ്പോൾ ഈ ധർമ്മരാജന്റെ ഒരു പശ്ചാത്തലം അറിയാമോ? ഇയാൾ അയൽവാസി ആയിരുന്നോ? എങ്ങനെയാണ് ഈ കുട്ടിയുമായി പരിചയത്തിൽ വന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? ധർമ്മരാജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അയൽവാസിയായിരുന്നു ധർമ്മരാജിന്റെ. ഇയാൾ സമീപത്തിൽ കട നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഈ കടയിലൊക്കെ സാധാരണ ഈ കുട്ടി പോകാറുണ്ട്. അത്തരത്തിൽ ഉള്ളൊരു ബന്ധമാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, കുട്ടിക്ക് മുട്ടായി എടുത്തത് ചോദിക്കാതെ എടുത്തതിലുള്ളൊരു വഴക്ക് പറഞ്ഞതിലുള്ള വിഷമത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ പോലീസ് നടത്തിയ വിശദമായ ഒരു അന്വേഷണത്തിലാണ് ധർമ്മരാജന്റെ ഈ ഒരു ക്രൂര കൃത്യത്തിലേക്ക് മനസ്സിലാക്കുന്നതും തുടർന്ന് പാങ്ങോട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും. അഭിലാഷ്, 67കാരനായ ധർമ്മരാജൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിനെ തുടർന്നാണ്, അതിലുള്ള മനോവിഷമത്തെ തുടർന്നാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയത്.
ഇപ്പോൾ ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.